ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ പോളിസി ബസാറിന്റെ ഒരു സംഭവമാണ്. നിങ്ങൾ ഇപ്പോൾ റീസെന്റ് കുറേ പോളിസി ബസാറിന്റെ ആഡ്സ് വരുന്നുണ്ട്, ടി വിയിലടക്കം. അതായത് കേബിൾ ടി വിയിൽ നമ്മുടെ ചാനൽസ് വെക്കുമ്പോൾ അടക്കം അതിൽ ആഡ്സ് വരുന്നുണ്ട്. പണ്ട് കാലത്ത് OTT-യിലും അതുപോലെ തന്നെ നമ്മുടെ കളിയുടെ ഇടയിലും മാത്രമേ, ക്രിക്കറ്റിന്റെ കളിയുടെ ഇടയിലൊക്കെ മാത്രമേ വരാറുള്ളൂ. ഇപ്പോൾ ഫുള്ള് ഇവരുടെ പരസ്യമാണ്. അതും എന്താ പറയുക, ഫിയർ വെച്ചിട്ടുള്ള പരിപാടികളാണ്. നമ്മുടെ അമ്പലങ്ങളും അതുപോലെ തന്നെ റിലീജിയസ് പരിപാടികളൊക്കെ വെച്ചിട്ടാണല്ലോ കളിക്കുന്നത്, ഫിയർ വെച്ചിട്ട്. അതേപോലത്തെ ആഡാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ സ്കാമാണ്. ഇപ്പോൾ റീസെന്റ് കുറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർ പോളിസി ബസാർ ത്രൂ പോളിസി എടുത്തിട്ട് അവർ നമ്മൾ ചാറ്റ് ചെയ്യില്ല. അവർ നമുക്ക് മിക്ക ആൾക്കാർക്കും ഇതിന്റെ ഡീറ്റെയിൽസും കാണുമെന്ന് അറിയണ്ടാവില്ല. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഡീറ്റെയിൽസ്. നമുക്ക് ലാസ്റ്റ് പോളിസി ബസാറിന് നമുക്ക് പോളിസി അയച്ചു വരുമ്പോൾ അതിലെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കുറേ പേര് അത് നോക്കാറ് പോലും ഇല്ല. അങ്ങനെ കുറേ പേര് ഇപ്പോൾ വീഡിയോ ഇട്ടുണ്ട് അവർ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പോലും ശരിക്കും നോർമലി അവരൊരു കൂളിംഗ് പീരീഡ് ഉണ്ട്, അതിലുള്ള ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റീഫണ്ട് കൊടുക്കണം എന്നാണ്. എന്നിട്ട് പോലെ ഒരു 12% കട്ടിച്ചിറക്കി കൊടുക്കണം എന്നൊക്കെ പറയും. കുറേ പേര് ഇട്ടുണ്ട് ഓൺലി. ഇപ്പോൾ എന്താ പറയുക, വേൾഡ് വൈഡ് ആൾക്കാർ ഇട്ടിട്ടുണ്ട് അവർ എടുത്ത എക്സ്പീരിയൻസും പോളിസി ബസാറിന്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇതിന് മുമ്പ് ഓൾറെഡി പോളിസി ബസാറിന്റെ ഉടായ്പന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തതാണ്. നമ്മുടെ മൈജീന്റെ പോലത്തെ പരിപാടികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ഇതുപോലെ പോളിസി ബസാർ ഇതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിനെ പോട്ടത് പിന്നെ ഫേക്കുകളുടെ ഒരു കുമ്പാരാണ്. അതിനുള്ളിൽ നോക്കിയിട്ട് കാര്യമില്ല. ഇനി യൂട്യൂബിൽ കുറച്ച് പേരൊക്കെ ഇപ്പോൾ കുറച്ച് പേരുള്ളൂ, അത്ര അധികം ഇല്ല. പോളിസി ബസാറിനെ കുറേ പേര് പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം പണ്ട് കുറേ പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമായ റിപ്പോർട്ട് പോയിരുന്നുണ്ട്. അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോളിസി ബസാറിന് ത്രൂ പോളിസി എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു ചാറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, കോൾസ് ആണെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ചാറ്റ് ആണെങ്കിൽ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. മാക്സിമം നിങ്ങളോട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ എടുക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ പോളിസികൾ, ഹെൽത്ത് ഇൻഷുറൻസ്, എസ്പെഷ്യലി പോളിസി എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് പണ്ടത്തെ പോലെ അങ്ങനെ എന്താ പറയുക ക്ലെയിമൊന്നും സെറ്റിലൊന്നും ആവുന്നില്ല. എന്ന് വെച്ചാൽ പണ്ട് ആൾക്കാർ കുറച്ച് പേര് എടുക്കാറുള്ളൂ, ഇപ്പം എല്ലാവരും എടുക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ പോളിസി, അപ്പോൾ അവർക്ക് ലാഭം കുറയുമല്ലോ. ഇതെല്ലാം ബിസിനസ് ആണല്ലോ. അപ്പോൾ പോളിസി എടുക്കുമ്പോൾ നല്ല ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എങ്ങനെ നമുക്ക് പോളിസി കറക്റ്റായിട്ട് നോക്കിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ് ചെയ്താൽ 2-3 മാസം മുമ്പ് ചെയ്താൽ അത് വീഡിയോ കണ്ടു നോക്കുക. കുറച്ച് പോയിന്റ്സുകളുണ്ട്, അത് നോക്കിയിട്ട് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. അതുപോലെ തന്നെ കംപ്ലൈന്റ് റേഷ്യോ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. എത്ര എമൗണ്ട് ഒരു സെറ്റിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാട്ടാ. ചുമ്മാ കയറിയിട്ട് കുറേ എന്താ പറയുക ഇൻഷുറൻസ് എടുക്കാൻ നോക്കണ്ട. എസ്പെഷ്യലി ഇപ്പോൾ കുറേ പേര് നമ്മുടെ ഇവിടെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ആഡ് വന്നേക്കുന്നത് ബേസിൽ ജോസഫ് ആ സംഭവം. ഇവരിങ്ങനെ പല ആഡും ചെയ്യും. അത് നോക്കിയിട്ടൊക്കെ പോയി എടുക്കാൻ പോയി കഴിഞ്ഞാൽ കാശ് പോയി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എടുക്കാൻ മറക്കരുത്. എസ്പെഷ്യലി പോളിസി ബസാറിന്റെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ ഞാൻ എടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. റെക്കമെൻഡ് ഞാൻ ചെയ്തില്ല. എന്നോട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ ഇതിന് മുമ്പ് എടുത്ത് നോക്കിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ബൈക്കുള്ള സമയത്തൊക്കെ ഞാൻ പോളിസി ബസാർ ത്രൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളെല്ലാം ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ എടുക്കുന്നത്. ഇപ്പോൾ HDFC ഇറക്കുവാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ആപ്പ് ത്രൂ ആണ് എടുക്കുന്നത്. ഇപ്പോൾ വേറെ കെയർ ഹെൽത്ത് ആണെങ്കിലും കുറേ സംഭവം ഉണ്ടല്ലോ, കെയർ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ നിവാബ്, ഇപ്പോൾ അവർക്കെല്ലാം സെപ്പറേറ്റ് ആപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഡയറക്റ്റ് ഏജൻസി ത്രൂ പോവാം. തേർഡ് പാർട്ടി ഏജൻസി അല്ല, ഡയറക്റ്റ് ഏജന്റ് ഉണ്ടായിരിക്കും. ഇവരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഒഫീഷ്യൽ ഏജന്റ് അവരെ ത്രൂ എടുക്കാം, അവരെ സ്റ്റാഫ് ത്രൂ എടുക്കാം. എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനെല്ലാം ഇവരുടെ ഒഫീഷ്യൽ, ഞാൻ ഇപ്പോൾ എൻ്റെ കറന്റ് HDFC ഇറക്കുവാണ്. HDFC ഇറക്കുക നമ്മൾ ഒഫീഷ്യൽ അവരുടെ ആപ്പ് ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ എടുത്തേക്കുന്നത്. ആപ്പ് ഉണ്ട് ഇവർക്ക്. HDFC ഇറക്കുക നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റോറിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആപ്പ് ത്രൂ എടുക്കുകയും ബെറ്റർ. മറ്റവരിങ്ങനെ പല ഓഫറും സംഭവങ്ങളൊക്കെ പറയും, കിട്ടുമ്പോൾ വേറെ സംഭവങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞ വിശ്വസിക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് നോക്കിയാൽ മതി. ഷോർട്സിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ പേരിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ കുറേ പേരിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുക്കാമെന്ന് മറക്കണ്ട. വെച്ചാൽ അവർ ഒരു പ്രാവശ്യം നമ്മൾ അവരുടെ ആപ്പിൽ കയറി തപ്പിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുക, മാങ്ങാരി ചൊറിയല അവന്മാർ. ഇതിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ വേറെ ഒന്നും ഉണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക ഇൻഷുറൻസിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഉണ്ട്. ഞാൻ എൻ്റെ പേര് ഞാൻ മറന്നു. നമുക്കിതുപോലെ സംശയങ്ങൾ അവർ അങ്ങനെ റെക്കമെൻഡോ ശല്യങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഞാനിതിപ്പോൾ ഒരു സാധനം പ്രൊമോട്ടും കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇത് പ്രൊമോഷണൽ സംഭവം ഒന്നും അല്ലാട്ടോ, നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഡിസ്ക്ലെയിമർ എന്ന് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി നോട്ട് അഗെയിൻസ്റ്റ് എനി കമ്പനി ഓർ ബ്രാൻഡ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു, ഞാൻ ആഡ് കാണിക്കാത്തത് കൊണ്ടാണ്. അമ്മ ചിലപ്പോൾ പണി തരും ഇടയിൽ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്യാം അടുത്തില്ലാണ് ഇത് നമ്മൾ അത് വേറെ ഷോർട്ടായിട്ട്. ഇപ്പോൾ എല്ലാവരും ഷോർട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പിന്നാലെയാണല്ലോ. അപ്പോൾ ഷോർട്സ് ആണല്ലോ ഫുള്ള് കാണുന്നത്. മരിക്കുള്ള അല്ലെങ്കിൽ പിന്നെ വല്ല ഡെയിലി വ്ളോഗും സംഭവമൊക്കെ ചെയ്യേണ്ടി വരും. അധികം ആൾക്കാർക്ക് എത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യാൻ കാരണം കേട്ടോ.